വിശുദ്ധ റമദാൻ നമ്മിൽ നിന്നും വിട്ടകന്നിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ ഓർമ്മിപ്പിച്ചു, ഒരു മനുഷ്യൻ അവന്റെ സുഹൃതങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയിലായിരിക്കും. സ്വർഗത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ സന്ദർഭത്തിൽ അയാൾ പക്ഷേ നരകത്തിലേക്കായിരിക്കും പോവുക. ഒരാൾ നരകാവകാശിയാണെന്ന് നനച്ചിരിക്കെ അയാൾ സ്വർഗത്തിൽ എത്തുകയും ചെയ്യും. ഇതുദ്ദേശിക്കുന്നത് നമ്മളൊക്കെയും ഇപ്പോൾ ഈ സന്ദർഭത്തിൽ സ്വർഗത്തിലേക്ക് എത്താവുന്ന വിധത്തിൽ പരമാവധി വിശുദ്ധ റമളാനിലെ അമലുകളെ സജീവമാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലം ഉള്ളവരാണ്. മീസാനിൽ നമ്മുടെ അമലു സ്വാലിഹാത്തിന്റെ കനം തൂങ്ങപ്പെടുന്ന സന്ദർഭമാണിത്. പക്ഷെ ഈ സന്ദർഭത്തിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ പതിയെ പതിയെ പുണ്യങ്ങളുടെ തീരത്ത് നിന്ന്, നന്മയുടെ ഗേഹത്ത് നിന്ന് അകന്നകന്ന് പോകാനുള്ള സാധ്യതയാണ് കൂടുതലും ഉള്ളത്. റമളാനിനെ പോലെ നമുക്ക് നമ്മുടെ ഇച്ഛകളെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഈ മാസങ്ങളിൽ നമുക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല, നമുക്ക് സാധ്യമായിക്കൊള്ളണമെന്നില്ല. ആ രീതിയിലായിരിക്കുകയില്ല നമ്മുടെ ജീവിതത്തിലെ ഈ സന്ദർഭങ്ങൾ ഒക്കെ തന്നെയും. അതുകൊണ്ട് തന്നെ ഏറ്റവും കരുതലോടെ, ഏറ്റവും ശ്രദ്ധയോടെ ആയിരിക്കണം തുടർ ജീവിതം നാം ചിട്ടപ്പെടുത്തേണ്ടത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ സുമറിൽ സൂചിപ്പിക്കുകയാണ്, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറാ. തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ചു ജീവിച്ചവർ, അതേ നമ്മൾ ഈ റമളാനിൽ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവരാണ് നമ്മൾ. ആ നമ്മളെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ചു ജീവിച്ചവർ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി നയിക്കപ്പെടും. നമ്മളൊക്കെയും കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് എത്തിപ്പെടും. ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ. അതിന്റെ കവാടകൾ തുറന്നു വെക്കപ്പെട്ട നിലയിൽ അവർ അതിനടുത്ത് വരുമ്പോൾ അവരോട് അതിന്റെ കാവൽക്കാർ പറയും, സ്വർഗത്തിലേക്ക് നമ്മളെല്ലാം കൂട്ടം കൂട്ടമായി എത്തിപ്പെടുകയും എന്നിട്ട് അതിന്റെ കവാടം തുറന്നു വെക്കപ്പെട്ട നിലയിൽ നമ്മളൊക്കെയും അതിന്റെ അടുത്തേക്ക് വരികയും ചെയ്യുമ്പോ അതിന്റെ കാവൽക്കാർ നമ്മളോട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ, തിബ്തും, നിങ്ങൾ സംശുദ്ധരായിരിക്കുകയാണ്, നിങ്ങൾ വിശുദ്ധരായിരിക്കുകയാണ്. ഫദ്ഖുലൂഹാ ഖാലിദീൻ, അതിനാൽ നിത്യവാസികൾ എന്ന നിലയിൽ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. കൂട്ടം കൂട്ടമായി നമ്മളൊക്കെയും നമ്മുടെ റമളാനിന്റെ അമലു സാലിഹാത്ത് കൊണ്ട് സ്വർഗത്തിന്റെ കവാടത്തിലേറെ നമ്മൾക്ക് രക്ഷ കേയിക്കൊണ്ട് സലാമെകിക്കൊണ്ട് കാവൽക്കാർ നമ്മെ അഭിവാദ്യം ചെയ്യുമ്പോ നമ്മളോട് ആ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കൽപ്പന ഉണ്ടാകുന്ന സന്ദർഭം വരാനിരിക്കുന്നു, വരാൻ പോകുന്നു എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹു വഔറസ്നൽ അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈതു നശാ. അവർ പറയും, നമ്മളോടുള്ള തന്റെ വാഗ്ദാനം സത്യമായി പാലിക്കുകയും. ആര്? നമ്മൾ പറയും അവിടെ വെച്ച് നമ്മളോടുള്ള വാഗ്ദാനം. നമുക്ക് അമലു സാലിഹാത്തിൽ സജീവമായി നിന്നാൽ, വിശുദ്ധ റമളാനെ ഏറ്റവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് സ്വർഗമുണ്ട് എന്ന, കണക്കില്ലാത്ത പ്രതിഫലമുണ്ട് എന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം ഇതാ പുലർന്നിരിക്കുകയാണ്. ഇത് നമ്മൾ അനുഭവിച്ചറിയുകയാണ്. സ്വർഗത്തിൽ നമുക്ക് നാം ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് എത്തിപ്പെടാൻ കഴിയും വിധത്തിൽ ഇത് നമുക്ക് വിശാലമാക്കി തന്നിരിക്കുന്നു, ഇത് നമ്മുടേതാക്കി നമുക്ക് തന്നിരിക്കുന്നു എന്ന് ഫനിഅമൽ അജ്റുൽ ആമിലീൻ. അതുകൊണ്ട് തന്നെ പ്രവർത്തിച്ചവർക്കുള്ള പ്രതിഫലം വളരെ വിശിഷ്ടമാണ് എന്നും നമ്മളവിടെ വെച്ച് പറയുമെന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. സ്വർഗ കവാടത്തിലേക്ക് നമ്മൾ കൂട്ടം കൂട്ടമായി എത്തുന്നു, നമ്മെ സ്വാഗതം ചെയ്യുന്നു, രക്ഷയോടെ സ്വാഗതം ചെയ്യുന്നു. അവിടെ വെച്ച് നമുക്ക് ഇഷ്ടമുള്ളത് ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയും വിധത്തിൽ നമുക്ക് ആ സ്വർഗത്തെ വിശാലമാക്കി തന്നിരിക്കുന്നു എന്ന്
വിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, ആ സ്വർഗം നേടിയെടുക്കുന്നതിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതം ഒരിക്കൽ പോലും നമ്മിൽ പരാജയമായി കലാശിച്ചുകൂടാ. ആ സ്വർഗം നമ്മുടെ തന്നെ ആയിരിക്കണം. റമദാനിൽ എത്രമാത്രം നമ്മൾ സജീവമായോ, അന്ന് എത്രമാത്രം ഉറച്ച തീരുമാനം നമ്മൾ എടുത്തോ, ആ ഉറച്ച തീരുമാനത്തിന്റെ പിൻബലത്തിൽ അതിന്റെ ഈമാനിന്റെ കരുത്തോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവെ അനുസരിക്കണം, റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. അല്ലാഹുവെ അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം. വലാ തുബ്തിലൂ അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയല്ലേ. നമ്മൾ സമ്പാദിച്ചു വെച്ച അമലു സാലിഹാത്തുകൾ, പുണ്യങ്ങൾ, കർമ്മങ്ങൾ, മീസാനിൽ കലന്തൂകുന്ന ഈ വിശുദ്ധ കർമ്മങ്ങൾ, പുണ്യങ്ങൾ അതിനെ ചോർന്നു പോകുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത്. നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുതേ എന്ന് ഖുർആൻ സൂചിപ്പിക്കാൻ. ഖുർആൻ മറ്റൊരു സംഭവം കൂടി പറയുന്നു സൂറത്തുൻ നഹ്ലിൽ, വലാ തകൂനു കല്ലതി നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ, ഉറപ്പോടെ നൂൽ നൂറ്റ ശേഷം, ഒരു നൂലിന്റെ നാരുകൾ ഒന്നിച്ചു വെച്ച് നൂലാക്കി, അതിനെ വലിയ ഉറപ്പുള്ള നൂലാക്കി നൂറ്റ ശേഷം അതിന്റെ നൂൽ പല ഇഴകളായി പിരിച്ചുടച്ചു കളഞ്ഞ സ്ത്രീയെ പോലെ നിങ്ങളാകരുത്. ഒരു സ്ത്രീ നൂൽ നൂൽക്കുന്ന സ്ത്രീ അതിനെ കെട്ടുള്ള കരുത്തുള്ള ഒരു നൂൽ കെട്ടാക്കി മാറ്റി, പക്ഷേ അതിനെ പിന്നീട് ഇതളുകൾ ഊരി അതിനെ പിന്നെ ദുർബലമാക്കുന്ന, എളുപ്പത്തിൽ പൊട്ടിപ്പോകുന്ന, അതിന്റെ ശക്തി ക്ഷയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ അമലുകളെ നശിപ്പിച്ച് കളയരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അമലുസ്സാലിഹാത്ത് എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതിന് പ്രത്യേകമായ ഒരു തയ്യാറെടുപ്പൊന്നുമില്ല. അതിന് പ്രത്യേകമായ ചില പരീക്ഷണ ഘട്ടങ്ങൾ, സാഹസികമായ പ്രവർത്തനങ്ങളൊന്നുമില്ല. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടതാണ് അമലുസ്സാലിഹാത്ത്. നമ്മുടെ ജീവിതത്തിൽ നാം വൃത്തിയുള്ളവരായി ജീവിക്കുന്നു, നാം നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വ്യവഹരിക്കുന്നു, നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് സല്ലപിക്കുന്നു. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിലെ അനിവാര്യ ഘട്ടമായി നാം ഉപയോഗപ്പെടുത്തുന്നത് പോലെ വളരെ ചുരുങ്ങിയ സമയങ്ങൾ മാത്രം അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട്, മാത്രമല്ല ഈ ജീവിതത്തിലെ മറ്റ് സന്ദർഭങ്ങളൊക്കെ തന്നെയും അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് വേണം ക്രമപ്പെടുത്താൻ എന്ന് മാത്രമേ നമ്മോട് ബാധ്യതയായി കൽപ്പിച്ചിട്ടുള്ളൂ. അത് നമ്മളെ തളർത്തുന്നതല്ല, നമ്മളെ വിയർപ്പിക്കുന്നതല്ല, നമ്മളെ ക്ഷീണിപ്പിക്കുന്നതല്ല. ആ ആരാധനാ കർമ്മങ്ങളുമായി, ആ പ്രവർത്തനങ്ങളുമായി, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളുമായി, വിശുദ്ധ ഖുർആൻ പഠനവുമായി കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പത്നിമാരോട് പറഞ്ഞ ഒരു സംഭവം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കാൻ, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, പത്നിമാരോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു സന്ദർഭം സൂറത്തുൽ അഹ്സാബിൽ 28-29 വചനങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത ദുനിയ വസീനതഹാ ഫതആലിന ഉമത്തിയകുന്ന വഉസരിഹകുന്ന സറാഹൻ ജമീല. നബിയേ, നിന്റെ ഭാര്യമാരോട് നീ പറഞ്ഞേക്കുക, നിന്റെ പ്രിയപ്പെട്ട പത്നിമാരോട് നീ പറഞ്ഞുകൊള്ളുക, ഐഹിക ജീവിതവും ഈ ദുനിയാവിലെ ജീവിതവും ഇവിടുത്തെ ആഡംബരവും ഇവിടുത്തെ സുഖലോലുപതയുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ വരൂ, നിങ്ങൾക്ക് ഞാനിതാ ജീവിത വിഭവം നൽകിയിരിക്കുന്നു. ഭംഗിയായ നിലയിൽ നിങ്ങളെ ഞാൻ മോചിപ്പിച്ച് സ്വതന്ത്രമാക്കി വിട്ടേക്കാം. നിങ്ങൾ ഈ ദുനിയാവാണ് കൊതിക്കുന്നതെങ്കിൽ, ഈ ദുനിയാവിലെ ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളെ സ്വതന്ത്രമായി വിട്ടേക്കാം. നിങ്ങൾ ആസ്വാദനവും തേടി പോയിക്കൊള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു മറ്റൊരു തടസ്സവും ഞാൻ സൃഷ്ടിക്കുന്നില്ല. അല്ല അല്ല വഇൻ കുൻതുന്ന തുരിദിനല്ലാഹ വറസൂലഹു വലദ്ദാറുൽ ആഖിറത ഫഇന്നല്ലാഹ അദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അളീമാ. അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും പരലോക ഭവനത്തെയുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ സദ്വൃത്തരായിട്ടുള്ളവർക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്താണ്? ദുനിയാവും വേണം, ആഖിറവും വേണം. ദുനിയാവ് നമുക്ക് ജീവിക്കാൻ
ജീവിക്കാനുള്ള വേദിയാണ്. ആ ജീവിതം ക്രമപ്പെടുത്തേണ്ടതുണ്ട്. ആ ജീവിതത്തിൽ അലസത വന്നുകൂടാ. നമ്മുടെ ജീവിതം സന്തോഷകരമായ നിലയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ പരിസരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. അതൊക്കെയും ജീവിതത്തിന്റെ ഭാഗമാണ്. അതൊക്കെ കഴുകിയൊഴിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മല കയറി സന്യാസ ജീവിതം നയിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഈ ജീവിതത്തിലെ എല്ലാ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുമായി ഇടപെട്ടുകൊണ്ട് വേണം ജീവിക്കാൻ. എന്നാൽ ആത്യന്തികമായി ഈ ദുനിയാവ് മാത്രം മതിയെന്ന ചിന്തയിലേക്ക് മനുഷ്യൻ വഴുതി പോകുമ്പോൾ ഈ പറയുന്ന സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അവൻ വഴിമാറി പോകേണ്ടി വരും. അവന് കിട്ടുന്ന കാശ് തുച്ഛമാണെങ്കിൽ, അവന് കിട്ടുന്ന കാശ് വലിയതാണെങ്കിൽ, രണ്ട് രീതിയിലായാലും അവന്റെ സുഖം കഴിഞ്ഞേ, അവന്റെ ആസ്വാദനം കഴിഞ്ഞേ മറ്റുള്ളവരെ കുറിച്ച് അവൻ ചിന്തിക്കാൻ കഴിയൂ. പക്ഷേ ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ല. നിനക്കെന്ത് ഇഷ്ടപ്പെടുന്നോ, നീ എന്തിഷ്ടപ്പെടുന്നോ, നീ ഇഷ്ടപ്പെടുന്നതൊക്കെയും മറ്റുള്ളവർക്ക് വേണ്ടി ഇഷ്ടപ്പെടണം. നീ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ പാതി എങ്കിലും മറ്റുള്ളവർക്ക് നീ വീതിച്ചു നൽകണം. അയൽവാസിക്ക് നിന്റെ കറിയിൽ വെള്ളം ചേർത്തെങ്കിലും നീ പട്ടിണി കിടക്കുന്ന അയൽവാസിയെ ശ്രദ്ധിക്കണം. അങ്ങനെ അങ്ങനെ നമുക്കുള്ളതെന്തോ അതൊക്കെയും മറ്റുള്ളവർക്കും വേണം എന്ന രീതിയിൽ ഈ ലോകത്ത് പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം പടച്ചവന്റെ തൃപ്തിയാണ്. ആ തൃപ്തിയിലേക്ക് അവൻ പരിശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നേരത്തെ സൂചിപ്പിച്ച കൂട്ടം കൂട്ടമായി നമുക്കൊക്കെയും സ്വർഗപ്രവേശം സാധ്യമാകുന്ന അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തെ ആ രീതിയിൽ പരലോകം അതുമാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകൾ പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത് ഒരുപാട് തവണ നമ്മളിവിടെ സൂചിപ്പിച്ചാണ്. പ്രിയപ്പെട്ട ഫാത്തിമ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ അങ്ങേയറ്റത്തെ ഇഷ്ടമാണ്. മകളെങ്ങാനും വീട്ടിലേക്ക് വരുന്നത് കണ്ടാൽ പ്രവാചകൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി മകളെ സ്വീകരിച്ച് കെട്ടിപ്പിടിച്ചാണ് വീട്ടിലേക്ക് കൊണ്ടുവരിക. അത്രമേൽ ഇഷ്ടപ്പെട്ട മകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലീമിമ്മാലി, നിനക്ക് എന്താണ് വേണ്ടത് മോളെ? ദുനിയാവിൽ എന്റെ അടുത്തുള്ളത് ആ സമ്പാദ്യം എന്ത് വേണമെങ്കിലും നിനക്ക് ഞാൻ തരാം. അതിനൊരു തടസ്സമില്ല, ഒരു പ്രയാസമില്ല. അൻഖദീ നഫ്സകി മിനന്നാർ, നരകത്തിൽ രക്ഷപ്പെടാൻ നീ തന്നെ പരിശ്രമിക്കണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്കായി സ്വർഗത്തിലേക്ക് പ്രത്യേകമായ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നവനല്ല ഞാൻ. നീ തന്നെ വിചാരിക്കണം, നിന്റെ വിശ്വാസം നീ വിശുദ്ധമാക്കണം, എന്നിട്ട് നീ പ്രവർത്തിച്ചു കൊള്ളണം. എങ്കിൽ നിനക്ക് സ്വർഗം ലഭിക്കും. അല്ലാതെ എന്റെ മകളാണെന്ന രീതിയിൽ നിനക്ക് പ്രത്യേകമായൊരു പരിഗണനയും അവിടെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് നീ തന്നെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിച്ചു കൊള്ളുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ പറയുന്നു 18-19 ആയത്തുകളിലൂടെ, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദു സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ. ക്ഷണികമായതിനെ അഥവാ ഇഹലോകത്തെയാണ് വല്ലവരും ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് ദുനിയാവിലെ ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അത് നൽകും. വേഗത്തിൽ തന്നെ നൽകിയേക്കും. എന്നാൽ പിന്നെ നാം അങ്ങനെയുള്ളവന് നൽകുന്നത് നരകമാണ്. തൽക്കാലം ദുനിയാവിലെ സൗകര്യങ്ങളിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നല്ല ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ലക്ഷ്യം ദുനിയാവ് മാത്രമാണ്. ദുനിയാവിൽ പേരെടുക്കണം, ദുനിയാവിൽ ആളാകണം, ദുനിയാവിലെ ഹീറോ ആകണം, ദുനിയാവിലെ തണൽ മരമാകണം. ആ ലക്ഷ്യത്തിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. അവർക്ക് ദുനിയാവിലെ സൗകര്യങ്ങൾ അല്ലാഹു കൊടുത്തേക്കും. പക്ഷേ അവിടെ ആഖിറത്തിൽ ശുദ്ധശൂന്യമായിരിക്കും അവരുടെ അവസ്ഥ. വേഗത്തിൽ അവർക്ക് ഇവിടെ നിന്ന് നൽകിയാൽ നാളെ അങ്ങനെയുള്ളവന് നൽകുന്നത് നരകമായിരിക്കും. അപമാനിതനാകും അവൻ, പുറന്തള്ളപ്പെട്ടവനും ആകും അവൻ. അങ്ങനെ നരകത്തിൽ കിടന്നവൻ ഇരിയും. വമൻ അറാദൽ ആഖിറത വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം
അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. ആ പരിശ്രമത്തിന് അള്ളാഹു അവിടെ വെച്ച് നൽകും. ഇവിടെ വെച്ച് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇവിടെ വെച്ച് ചിലപ്പോൾ നമ്മുടെ അത്യാവശ്യമുള്ള ആഗ്രഹങ്ങൾ പോലും നടന്നുകൊള്ളണമെന്നില്ല. ഒരുപാട് പറഞ്ഞിട്ടും ചിലപ്പോ പടച്ചവനെന്താ തരാത്തത് എന്ന് ആശങ്കിച്ചു പോകേണ്ട. അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്, അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചത് ഇരട്ടിയായി നമുക്ക് നൽകും. കാത്തിരിക്കുക, പ്രയാസപ്പെടേണ്ട, നിരാശ വേണ്ട. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. മറ്റേത് വാഗ്ദാനത്തെക്കാളും പ്രയോഗവത്കരിക്കുന്ന പുലരുന്ന വാഗ്ദാനമാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തിൻ. സ്വർഗത്തെ കുറിച്ച് പറയുകയാണ്. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തിൻ അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഈ ദുനിയാവ് എന്തൊരു സുഖമുള്ള ദുനിയാവാ. ഇവിടെ മതി ജീവിതം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം. ഇത് മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാക്കാം. പക്ഷേ അറിയണം, ഇതല്ല ജീവിതം, ഇതല്ല ആസ്വാദനം. ഇതിനും എത്രയോ അപ്പുറം, നമ്മുടെ ഭാവനക്കപ്പുറമാണ് സ്വർഗലോകം സ്ഥിതി ചെയ്യുന്നത്. ആ സ്വർഗലോകത്തെ സുഖത്തെ കുറിച്ച് വർണ്ണിക്കാൻ കഴിയുകയില്ല. നമ്മുടെ വർണ്ണകൾക്ക്, നമ്മുടെ ചിന്തകൾക്ക് ഒക്കെ അപ്പുറമാണ്. ഇതാ ഖുർആൻ സൂചിപ്പിക്കുന്നു, അവർ പ്രവർത്തിച്ചിരുന്നതിനുള്ള പ്രതിഫലമായിക്കൊണ്ട് കൺകുളിർപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി രഹസ്യമാക്കി വെക്കപ്പെട്ടിട്ടുള്ളത്. പരസ്യമാക്കിയിട്ടില്ല. സ്വർഗത്തിൽ ഇന്നായിരുന്ന കാര്യങ്ങളുണ്ട് എന്ന് കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളോട് അറിയിച്ചിട്ടുള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ രഹസ്യമാണ്, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്, അതിനും എത്രയോ അപ്പുറമാണ്. നിങ്ങൾക്ക് വേണ്ടി കൺകുളിർപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് രഹസ്യമാക്കി വെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അതിൽ ഒരാൾക്ക് പോലും അറിയില്ല. അപ്പോ ഈ ദുനിയാവിലെ താൽക്കാലികമായ സുഖത്തിൽ മതിമറന്നു പോവല്ലേ. ഇതിനും അപ്പുറം എത്രയോ വിശാലമായ ഒരു ലോകമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അമലുകൾ, റമദാൻ മാസത്തിൽ നമ്മൾ നേടിയെടുത്ത ഈ ചൈതന്യം, ഈ അമലുകൾ, അതേ നിലവാരത്തിൽ, അതേ കനപ്പെട്ട മീസാനിൽ കനപ്പെട്ട നിൽക്കുന്ന അതേ തൂക്കത്തോടെ, അതിൽ ഒരു കടുമണി തൂക്കം പോലും കുറയാത്ത രീതിയിൽ അതിനെ പരിപാലിച്ച് കൂടുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിലെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ പിന്നെയും സുഹൃത്തുക്കൾ അതിൽ നിറച്ച് തുടർന്നങ്ങോട്ട് ജീവിക്കാനുള്ള പരിശ്രമം നടത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. أقول قولي هذا واستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. പ്രിയപ്പെട്ടവരെ, ശവ്വാലിലാണ് നമ്മൾ. ശവ്വാൽ 3 ഇന്ന്. പെരുന്നാൾക്ക് ശേഷം 2ാമത്തെ ദിവസത്തിൽ ശവ്വാലിലെ ആദ്യത്തെ 6 ദിവസം, അല്ലെങ്കിൽ ശവ്വാലിൽ അനുഷ്ഠിക്കുന്ന 6 നോമ്പിനെ കുറിച്ച് അബി അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ സാമ റമളാന, ആരെങ്കിലും റമളാനിൽ നോമ്പ് അനുഷ്ഠിക്കുകയും സുമ്മ പിന്നീട് അത്ബാഹു സിത്തൻ മിൻ ശവ്വാലിൻ, ശവ്വാലിൽ 6 നോമ്പുകൾ തുടരുകയും ചെയ്താൽ കാന കസിയാമിദ് ദഹ്രി, അയാൾ, ആ നോമ്പ് തുടരുന്ന ആൾ, ഒരു വർഷം മുഴുവൻ, റമളാനിൽ നമ്മളൊരു മാസമേ നോമ്പനുഷ്ഠിച്ചുള്ളൂ, തുടർന്ന് ശവ്വാലിലെ 6 നോമ്പ് കൂടി നോൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 12 മാസവും നോമ്പനുഷ്ഠിച്ചവനെ പോലെയാണ് എന്ന് മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ കൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. റമളാനിൽ ഈ ചൂടുകാലത്ത് വളരെ പ്രയാസപ്പെട്ടിട്ട് നമ്മൾ നോമ്പനുഷ്ഠിച്ചു. ഒരു 6 ദിവസത്തെ നോമ്പ് കൂടി നമ്മുടെ ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ, നമ്മുടെ സാഹചര്യം അനുവദിക്കുകയാണെങ്കിൽ, സുന്നത്താണത്, ഫർളല്ല എങ്കിൽ അതിനുവേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള പ്രതിഫലം വമ്പിച്ചതാണ്. അല്ലെങ്കിൽ 11 മാസം കൂടി നോമ്പനുഷ്ഠിച്ച പ്രതിഫലം ഇതിലൂടെ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് കഴിയാവുന്നവർ ആ നോമ്പിലേക്ക് കൂടി ശ്രദ്ധ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുക. നമുക്കൊക്കെ അറിയാവുന്ന ഒരു വിഷയമാണ് സൗദി അറേബ്യയിൽ വധശിക്ഷ കാത്തു കഴിയുന്ന അബ്ദുറഹീം. മറ്റന്നാളോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ വധശിക്ഷ നടപ്പാക്കുന്നത്. മോചനദ്രവ്യമായിട്ട് 34 കോടി രൂപയാണ് വേണ്ടത്. കുറേ സാമൂഹിക പ്രവർത്തകരൊക്കെ ഇറങ്ങി ഏതാണ്ട് 24 കോടിയോളം രൂപ ആയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2 ദിവസത്തിനകം 10 കോടി രൂപ കൂടി സംഘടിപ്പിക്കേണ്ടതുണ്ട്. എല്ലാ ഭാഗത്തു നിന്നും കളക്ഷൻ നടക്കുന്നുണ്ട്. സാധ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
നമ്മളാൽ കഴിയുന്ന രീതിയിലും അതിനുവേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ നമ്മൾ നിർവഹിക്കണം. ISMന്റെ കീഴിലുള്ള ഈലാഫ് അതിനുവേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഈ ദിവസത്തിൽ അതിനുവേണ്ടി ആകാവുന്ന ആളുകൾ പരമാവധി സംഖ്യ നൽകി ഒരു ജീവൻ രക്ഷപ്പെടുത്താനുള്ള പരിശ്രമത്തിൽ ഭാഗവാക്കാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഇന്ന് കളക്ഷൻ നടക്കുന്നതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. ഏപ്രിൽ 17 ബുധനാഴ്ച 10 മണി മുതൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഉള്ളിയേരി സമന്വയ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഹജ്ജ് പഠന ക്യാമ്പ് നടക്കുകയാണ്. ഹജ്ജിന് പോകുന്നവർക്കായുള്ള ക്ലാസ്സാണത്. അപ്പോൾ ഹജ്ജിന് പോകുന്ന നമ്മുടെ സഹോദരന്മാരുണ്ടെങ്കിൽ അവിടേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉള്ളിയേരി സമന്വയ ഓഡിറ്റോറിയം. ഡോക്ടർ ഹുസൈൻ മടവൂർ, മുഹമ്മദ് സലീം സുല്ലമി, അലി ഷാക്കിർ മുണ്ടേരി തുടങ്ങിയ പണ്ഡിതന്മാരുടെ ക്ലാസ് ആയിരിക്കും അവിടെ വെച്ച് ഉണ്ടാവുക. കാരുണ്യവാനായ നാഥ, ഞങ്ങളിൽ നിന്നും വന്നുപോയ പാപങ്ങളൊക്കെ ഇനി പുറത്തു തരണമേ അല്ലാ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്തു തരണമേ നാഥ. ഞങ്ങളുടെ ജീവിതത്തിലെ പാകപ്പിഴവുകൾ പുറത്ത് ഞങ്ങളെ ശുദ്ധീകരിച്ച് വിശുദ്ധരായി നീ സ്വീകരിക്കണമേ അല്ലാ. ഞങ്ങളുടെ മരണം ഈമാനോടുകൂടിയായിരിക്കണമേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തു നിന്നും യാത്രയാവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ അല്ലാ. റമളാനിൽ ഞങ്ങൾ നേടിയെടുത്ത സൽക്കർമ്മങ്ങൾ അത് നഷ്ടപ്പെടാതെ, അത് ചോർന്നു പോകാതെ നിലനിർത്താനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ അല്ലാ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ അല്ലാ. മഴ ഒരുപാട് നാളുകളായി മഴയ്ക്ക് കാത്തിരിക്കുകയാണ്. ശക്തമായ ചൂട് അനുഭവിക്കുകയാണ്. മുമ്പൊന്നുമില്ലാത്ത ചൂടിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് നാഥ. ദാഹവെള്ളം പോലും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന, തീർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണല്ലോ നാഥ. പക്ഷിമൃഗാദികളടക്കം ദാഹത്തിന്റെ പ്രയാസത്തിൽ പെട്ടുവീഴുകയാണ്. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, നീ മഴ വർഷിപ്പിക്കണമേ അല്ലാ. മഴ നൽകുന്നത് നീയാണ് നാഥ. നിന്റെ മഹാ അനുഗ്രഹമാണ് മഴ. നീ തീരുമാനിക്കുമ്പോൾ മഴ പെയ്യും, നീ തീരുമാനിക്കുമ്പോൾ മഴ നിൽക്കും. റബ്ബേ, നിന്റെ ആ മഹാ അനുഗ്രഹം ഇവിടെ ചെരിഞ്ഞ് ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ അല്ലാ. മനുഷ്യനെയും മറ്റു പക്ഷി മൃഗാദികളെയും ഒക്കെ ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ അല്ലാ. നിന്റെ അനുഗ്രഹമായ മഴ ഞങ്ങൾക്ക് നീ വർഷിക്കണമേ അല്ലാ. നിന്റെ അനുഗ്രഹമായ മഴ ഞങ്ങൾക്ക് നീ വർഷിക്കണമേ അല്ലാ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഞങ്ങൾ നോമ്പുതർ സംഘടിപ്പിച്ചു. റമദാനിൽ കുറെ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തി, സക്കാത്ത് സംരംഭങ്ങൾ നടത്തുന്നു, ഫിത്ർ സക്കാത്ത് സംരംഭങ്ങൾ നടത്തി. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഒരുപാട് ആളുകളുടെ അശ്രാന്ത പരിശ്രമം മൂലമാണ് അത്തരത്തിലെ പ്രവർത്തനങ്ങളൊക്കെയും ഇവിടെ നിർവഹിക്കാൻ കഴിഞ്ഞത്. റബ്ബെ, അവർക്ക് നീ തുല്യതയില്ലാത്ത പ്രതിഫലം നൽകണമേ അല്ലാ. തുടർ ജീവിതത്തിൽ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടും ഇവിടുത്തെ സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടും എല്ലാവർക്കും സഹകരിച്ച് മുന്നേറാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണമേ അല്ലാ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം വർഷിക്കണമേ അല്ലാ. ഞങ്ങളിൽ നിന്നും പിരിഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, റബ്ബുൽ ആലമീനായ തമ്പുരാനെ, അവർക്ക് നീ സ്വർഗം പ്രദാനം ചെയ്യണമേ അല്ലാ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരയണമേ റഹ്മാനേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വയാ ഖാദിൽ ഹാജാത്ത്. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വിശ്വാസം ഉൾക്കൊണ്ടതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന, പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന സത്യവിശ്വാസികൾക്ക് നീ സുരക്ഷിതത്വം നൽകണമേ അല്ലാ. നീ വിജയം പ്രദാനം ചെയ്യണമേ അല്ലാ. നീ സംരക്ഷണം നൽകണമേ അല്ലാ. ഈ സത്യവിശ്വാസികൾക്കെതിരെ കരുനീക്കങ്ങൾ നടത്തുന്ന ദുശക്തികളെ നീ ദുർബലപ്പെടുത്തണമേ അല്ലാ. നീ പരാജയപ്പെടുത്തണമേ അല്ലാ. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.